PSC ഡയറിയിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ കലകളെക്കുറിച്ചാണ്. കേരള PSCയുടെ 65ാം വാർഷിക വിശേഷാൽ പതിപ്പിൽ കൊടുത്തിട്ടുള്ള വിവരങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട എല്ലാ സബ്ജക്റ്റുകളുടെയും പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ പ്രസ്താവന ചോദ്യങ്ങളുടെ 20 സെറ്റ് ക്ലാസിന്റെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതും കറണ്ട് അഫയേഴ്സും നമ്മൾ ഓൾറെഡി പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതൊക്കെ കാണാൻ ശ്രമിക്കുക. നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കേരളത്തിലെ കലകളാണ്. അതിൽ കളരിപ്പയറ്റിനെ കുറിച്ചാണ് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ചാനൽ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് കടക്കാം. കളരിപ്പയറ്റിലെ ആദ്യത്തെ അടവെന്ന് പറയുന്നത് ഓതിരമാണ് അല്ലെ. ഓതിരം, യോദ്ധ എന്ന സിനിമയിൽ മോഹൻലാൽ അല്ലെ പറയുന്നുണ്ട് ഓതിരം, കടകം, പൂഴിക്കടകൻ എന്നൊക്കെ പറയുന്നില്ലേ. അപ്പൊ അതിൽ ഓതിരം എന്ന് പറയുന്നത് അല്ലെ കളരിപ്പയറ്റിലെ ആദ്യത്തെ അടവ് ഓതിരം എന്നാണ് അറിയപ്പെടുന്നത്. കളരിപ്പയറ്റിലെ 18ാമത്തെ അടവ്, അത് അടവിന്റെ പേര് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ, പൂഴിക്കടകൻ അല്ലെ. പൂഴിക്കടകൻ എന്നുള്ള പേര് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് കളരിപ്പയറ്റിലെ 18ാമത്തെ അടവാണെന്ന് അല്ലെ. 18 അടവും പയറ്റി എന്നൊക്കെ പറഞ്ഞ് അല്ലെ ചൊല്ലുകളുണ്ട് അങ്ങനെ. 18 അടവും പയറ്റി അല്ലെ. അപ്പൊ കളരിപ്പയറ്റിലെ 18ാമത്തെ അടവാണ് പൂഴിക്കടകൻ എന്ന് പറയുന്നത്. കളരിമുറയും ആചാരാനുഷ്ഠാനങ്ങളും ഒത്തുചേരുന്ന അനുഷ്ഠാന കലയാണ് പൂരക്കളി എന്ന് പറയുന്നത്. പൂരക്കളി. അപ്പൊ പൂരക്കളി എന്ന് പറഞ്ഞാൽ എന്താണ്? കളരിമുറയും ആചാരാനുഷ്ഠാനങ്ങളും ഒത്തുചേരുന്ന അനുഷ്ഠാന കലയാണ് പൂരക്കളി എന്ന് പറയുന്നത്. കേരളത്തിലെ സാമൂഹിക രംഗത്ത് പ്രാധാന്യമർഹിക്കുന്ന കളരിപ്പയറ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന പാട്ടുകളാണ് വടക്കൻ പാട്ടുകൾ എന്നറിയപ്പെടുന്നത്. വടക്കൻ പാട്ടുകൾ അല്ലെ, വടക്കൻ പാട്ടുകൾ. അപ്പോൾ കേരളത്തിലെ സാമൂഹിക രംഗത്ത് പ്രാധാന്യമർഹിക്കുന്ന കളരിപ്പയറ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന പാട്ടുകളാണ് വടക്കൻ പാട്ടുകൾ എന്നറിയപ്പെടുന്നത്. ആയോധന കലകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് കളരിപ്പയറ്റാണ്. ആയോധന കലകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് നമ്മുടെ കളരിപ്പയറ്റാണ്. കേരളത്തിലെ തനത് ആയോധന കല എന്നറിയപ്പെടുന്നത് കളരിപ്പയറ്റാണ്. കേരളത്തിലെ തനത് ആയോധന കല എന്നറിയപ്പെടുന്നത് കളരിപ്പയറ്റാണ്. കാലകേയവധം എന്ന ആട്ടക്കഥ രചിച്ചത് കോട്ടയത്ത് തമ്പുരാനാണ്. കോട്ടയത്ത് തമ്പുരാൻ. അപ്പൊ കാലകേയവധം എന്ന ആട്ടക്കഥ രചിച്ചതാരാണ്? കോട്ടയത്ത് തമ്പുരാനാണ് അല്ലെ. കേരളത്തിലെ സാമൂഹിക രംഗത്ത് പ്രാധാന്യമർഹിക്കുന്ന കളരിപ്പയറ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന പാട്ടുകൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? വടക്കൻ പാട്ടുകൾ എന്നറിയപ്പെടുന്നു. ആയോധന കലകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് കളരിപ്പയറ്റാണ്. കേരളത്തിലെ തനത് ആയോധന കലയാണ് കളരിപ്പയറ്റ്. കാലകേയവധം എന്ന ആട്ടക്കഥ രചിച്ചത് കോട്ടയത്ത് തമ്പുരാനാണ്. ബാക്കി പോയിന്റ് നമുക്ക് നോക്കാം. കിർമീരവധം എന്ന ആട്ടക്കഥ രചിച്ചത് ആരാണ്? അതും കോട്ടയത്ത് തമ്പുരാൻ തന്നെയാണ്. കോട്ടയത്ത് തമ്പുരാൻ തന്നെ. എന്താണ് ആ കൃതിയുടെ പേര്? കിർമീരവധം. കിർമീരവധം എന്ന ആട്ടക്കഥ രചിച്ചത് കോട്ടയത്ത് തമ്പുരാനാണ്. രാവണ വിജയം എന്ന ആട്ടക്കഥ രചിച്ചത് കരീന്ദ്രൻ അല്ലെ. കരീന്ദ്രൻ എന്ന് പറഞ്ഞാൽ അത് കിളിമാനൂർ കോയി തമ്പുരാനാണ് അല്ലെ. അപ്പൊ കരീന്ദ്രൻ എന്നറിയപ്പെടുന്ന കിളിമാനൂർ കോയി തമ്പുരാനാണ് രാവണ വിജയം എന്ന ആട്ടക്കഥ രചിച്ചത്. നളചരിതം ആട്ടക്കഥ, അത് നമ്മൾ സ്കൂൾ ലെവലിലെ പഠിച്ചിട്ടുള്ളതാണ്. നളചരിതം ആട്ടക്കഥ രചിച്ചത് ഉണ്ണായി വാര്യറാണ്. ഉണ്ണായി വാര്യർ. എത്ര ദിവസമായി അരങ്ങേറുന്ന വിധത്തിലാണ് ഉണ്ണായി വാര്യർ നളചരിതം ചിട്ടപ്പെടുത്തിയത്? 4 ദിവസം അല്ലെ. 4 ദിവസമായി അരങ്ങേറുന്ന വിധത്തിലാണ് ഉണ്ണായി വാര്യർ നളചരിതം ആട്ടക്കഥ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. നളചരിതം ആട്ടക്കഥയ്ക്ക് MH ശാസ്ത്രികൾ രചിച്ച വ്യാഖ്യാനമാണ് രസിക കൗതുകം എന്നറിയപ്പെടുന്നത്. അപ്പൊ നളചരിതം ആട്ടക്കഥയ്ക്ക് MH ശാസ്ത്രികൾ രചിച്ച വ്യാഖ്യാനം ഏതാണ്? രസിക കൗതുകം. നളചരിതം ആട്ടക്കഥയെ കേരള ശാകുന്തളം അല്ലെ, കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. അപ്പോൾ കേരള ശാകുന്തളം എന്നറിയപ്പെടുന്ന കൃതി ഏതാണ്? നളചരിതം ആട്ടക്കഥയാണ്. ഇങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? ജോസഫ് മുണ്ടശ്ശേരിയാണ്. പാർവതി പരിണയം ആട്ടക്കഥ രചിച്ചത് R രാമചന്ദ്രൻ നായരാണ് അല്ലെ. പൂതനാമോക്ഷം, രുക്മിണി വധം അല്ലെ. ഏതൊക്കെയാണ്? പൂതനാമോക്ഷം, രുക്മിണി വധം എന്നീ ആട്ടക്കഥകൾ രചിച്ചത് അശ്വതി തിരുനാൾ രാമവർമ്മയാണ്. അപ്പോ ഒന്നുകൂടി നോക്കാം. നമ്മളിവിടെ ഞാൻ ഈ PSC ബുള്ളറ്റിന്റെ ഈ വാർഷിക പതിപ്പിലെ വിവരങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതിലെ വിവരങ്ങൾ നിങ്ങളുടെ റാങ്ക് ഫയലുമായിട്ട് മിസ്മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ ഇത്രയും പോയിന്റ് ഒന്നുകൂടി നോക്കുക. കിർമീരവധം കോട്ടയത്ത് തമ്പുരാന്റേതാണ്. രാവണ വിജയം കരീന്ദ്രൻ എന്നറിയപ്പെടുന്ന കിളിമാനൂർ കോയി തമ്പുരാന്റേതാണ്. നളചരിതം ആട്ടക്കഥ ഉണ്ണായി വാര്യരുടേതാണ് അല്ലെ. 4 ദിവസമായി അരങ്ങേറുന്ന വിധത്തിലാണ് ഉണ്ണായി വാര്യർ നളചരിതം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. നളചരിതം ആട്ടക്കഥയ്ക്ക് MH ശാസ്ത്രികൾ രചിച്ച വ്യാഖ്യാനമാണ് രസിക കൗതുകം. നളചരിതം ആട്ടക്കഥയെ കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. പാർവതി പരിണയം ആട്ടക്കഥ രചിച്ചത് R രാമചന്ദ്രൻ നായരാണ്. പൂതനാമോക്ഷം അതേപോലെ രുക്മിണി വധം എന്ന ആട്ടക്കഥകൾ അശ്വതി തിരുനാൾ രാമവർമ്മയുടേതാണ്.
അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. ആട്ടക്കഥകൾ രചിച്ച ആദ്യ വനിത ആരെന്ന് ചോദിച്ചാൽ കുട്ടിക്കുഞ്ഞു തങ്കച്ചിയാണ്. അല്ലെ, കുട്ടിക്കുഞ്ഞു തങ്കച്ചിയാണ് ആട്ടക്കഥകൾ രചിച്ച ആദ്യ വനിത എന്നറിയപ്പെടുന്നത്. ഉത്തരാ സ്വയംവരം ആട്ടക്കഥ എഴുതിയത് ഇരയിമ്മൻ തമ്പിയാണ്. അല്ലെ, ഉത്തരാ സ്വയംവരം കഥകളി കാണുവാന്നൊക്കെ പറഞ്ഞ പാട്ടുണ്ട്. അല്ലെ, ഉത്തരാ സ്വയംവരം ആട്ടക്കഥ എഴുതിയത് ഇരയിമ്മൻ തമ്പിയാണ്. ഈ ഉത്തരാ സ്വയംവരം എന്നുള്ള പാട്ടിൽ ഇരയിമ്മൻ തമ്പിയെ കുറിച്ചും പറയുന്നുണ്ട്. ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ ഉത്രാട രാവിൽ പോയി എന്നൊക്കെ പറഞ്ഞ പാട്ടില്ലേ. ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥയ്ക്ക് AR രാജരാജവർമ്മ രചിച്ച വ്യാഖ്യാനമാണ് കാന്താര താരകം. അല്ലെ, അപ്പൊ എന്താണ്, ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥയ്ക്ക് AR രാജരാജവർമ്മ രചിച്ച വ്യാഖ്യാനമാണ് കാന്താര താരകം. വീരവിരാട കുമാര വിഭോ, അല്ലെ, വീരവിരാട കുമാര വിഭോ അങ്ങനെയല്ലേ എന്ന കുമ്മി ഏത് ആട്ടക്കഥയിലേതാണ്? ഉത്തരാ സ്വയംവരത്തിലേതാണ്. അല്ലെ, എന്താണ് വീരവിരാട കുമാര വിഭോ എന്ന കുമ്മി. ഇത് സ്കൂൾ യുവജനോത്സവം ഒക്കെ നടക്കുമ്പോൾ ഈ പാട്ട് കേൾക്കാറുണ്ട്. അല്ലെ, വീരവിരാട കുമാര വിഭോ എന്ന കുമ്മി ഏത് ആട്ടക്കഥയിലേതാണ്? ഉത്തരാ സ്വയംവരത്തിലേതാണ്. ഔഷധാഹരണം ആട്ടക്കഥ രചിച്ചത് വള്ളത്തോളാണ്. അടിയ വിഭാഗത്തിന്റെ പരമ്പരാഗത നൃത്തരൂപമാണ് ഗദ്ദിക. ഗദ്ദിയെക്കുറിച്ച് മിക്കവാറും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അടിയ വിഭാഗത്തിന്റെ പരമ്പരാഗത നൃത്തരൂപമാണ് ഗദ്ദിക. ഗീതാ ഗോവിന്ദത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കേരളീയ നൃത്തവിശേഷം അഷ്ടപതി ആട്ടമാണ്. ഗീതാ ഗോവിന്ദത്തെ അടിസ്ഥാനമാക്കിയുള്ള കേരളീയ നൃത്തവിശേഷം അഷ്ടപതി ആട്ടമാണ്. അല്ലെ, സ്ത്രീകൾ അവതരിപ്പിക്കുന്ന കൂത്ത് ഏത് പേരിൽ അറിയപ്പെടുന്നു? നങ്ങ്യാർ കൂത്ത് എന്നറിയപ്പെടുന്നു. അല്ലെ, നങ്ങ്യാർ കൂത്ത്. സ്ത്രീകൾ അവതരിപ്പിക്കുന്ന കൂത്താണ് നങ്ങ്യാർ കൂത്ത് എന്നറിയപ്പെടുന്നത്. ആട്ടക്കഥകൾ രചിച്ച ആദ്യ വനിത ഏതെന്ന് ചോദിച്ചാൽ അത് കുട്ടിക്കുഞ്ഞു തങ്കച്ചിയാണ്. ഉത്തരാ സ്വയംവരം ആട്ടക്കഥ എഴുതിയത് ഇരയിമ്മൻ തമ്പിയാണ്. ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥയ്ക്ക് AR രാജവർമ്മ രചിച്ച വ്യാഖ്യാനമാണ് കാന്താര താരകം. വീരവിരാട കുമാര വിഭോ എന്ന കുമ്മി ഉത്തരാ സ്വയംവരം ആട്ടക്കഥയിലേതാണ്. ഔഷധാഹരണം രചിച്ചത് വള്ളത്തോളാണ്. അടിയ വിഭാഗത്തിന്റെ പരമ്പരാഗത നൃത്തരൂപമാണ് ഗദ്ദിക. ഗീതാ ഗോവിന്ദത്തെ അടിസ്ഥാനമാക്കിയുള്ള കേരളീയ നൃത്തവിശേഷമാണ് അഷ്ടപതി ആട്ടം. സ്ത്രീകൾ അവതരിപ്പിക്കുന്ന കൂത്ത് നങ്ങ്യാർ കൂത്ത് എന്നറിയപ്പെടുന്നു. അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. സംസാരിക്കുന്ന കഥകളി എന്നറിയപ്പെടുന്നത് യക്ഷഗാനമാണ്. അപ്പോൾ സംസാരിക്കുന്ന കഥകളി എന്നറിയപ്പെടുന്നത് യക്ഷഗാനമാണ്. കേരളത്തിലെ ഏക സ്ത്രീ തെയ്യം ഏതാണ്? അത് ദേവക്കൂത്താണ്. അല്ലെ, ഇപ്പൊ ദേവക്കൂത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? കേരളത്തിലെ ഏക സ്ത്രീ തെയ്യമാണ്. അല്ലെ, തീ കൊണ്ടുള്ള നൃത്തം എന്ന പേരിന് അർത്ഥമുള്ള അനുഷ്ഠാന കലയാണ് തീയാട്ട്. അല്ലെ, തീയാട്ട്. അപ്പോൾ തീയാട്ട് എന്ന് പറഞ്ഞാൽ തീ കൊണ്ടുള്ള നൃത്തം എന്നാണ്. പഞ്ചവാദ്യത്തിൽ ശംഖ് ഉൾപ്പെടെ എത്ര വാദ്യങ്ങളാണ് ഉപയോഗിക്കുന്നത്? 6 വാദ്യങ്ങൾ. ഇത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പഞ്ചവാദ്യത്തിൽ ശംഖ് ഉൾപ്പെടെ എത്ര വാദ്യങ്ങളാണ് ഉപയോഗിക്കുന്നത്? 6 വാദ്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. അല്ലെ, അപ്പോൾ സംസാരിക്കുന്ന കഥകളി എന്നറിയപ്പെടുന്നത് യക്ഷഗാനമാണ്. കേരളത്തിലെ ഏക സ്ത്രീ തെയ്യം ദേവക്കൂത്താണ്. തീ കൊണ്ടുള്ള നൃത്തം എന്ന പേരിന് അർത്ഥമുള്ളത് തീയാട്ടാണ്. പഞ്ചവാദ്യത്തിൽ ശംഖ് ഉൾപ്പെടെ 6 വാദ്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. അടുത്തൊരു പോയിന്റ്, തിരുവാതിര കളിയുടെ മറ്റൊരു പേരാണ് കൈകൊട്ടിക്കളി. അല്ലെ, കൈകൊട്ടിക്കളി. തിരുവാതിര കളിയുടെ മറ്റൊരു പേരെന്താണ്? കൈകൊട്ടിക്കളി. ഭഗവതി ക്ഷേത്രങ്ങളിൽ കളംപാട്ടിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണം നന്ദുണിയാണ്. അല്ലെ, എന്താണ്? കളംപാട്ട്. ഭഗവതി ക്ഷേത്രങ്ങളിൽ കളംപാട്ടിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണം നന്ദുണിയാണ്. 5 പേരുടെ കളി എന്ന പേരിനർത്ഥമുള്ള അനുഷ്ഠാന കലയാണ് ഐവർ കളി എന്ന് പറഞ്ഞാൽ എന്താണ്? 5 പേരുടെ കളി എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ ക്ലാസ്സുകളുടെയും പരീക്ഷ ടെലഗ്രാം ചാനലിൽ നടത്താറുണ്ട്. താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. മഴ പെയ്ച്ചതായി കരുതപ്പെടുന്ന കർണാടക സംഗീതത്തിലെ രാഗം അമൃതവർഷിണിയാണ്. അമൃതവർഷിണി രാഗമാണ്. അതുപോലെ മഴ പെയ്യിച്ചതായി കരുതപ്പെടുന്ന ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ രാഗം മേഘമൽഹാർ ആണ്. അപ്പോൾ അമൃതവർഷിണി, മേഘമൽഹാർ രണ്ടും ഒരേ കാര്യം തന്നെയാണ് വരുന്നത്. എന്താ? മഴ പെയ്യിച്ചതായി കരുതപ്പെടുന്ന കർണാടക സംഗീതത്തിലെ രാഗമാണെങ്കിൽ അത് അമൃതവർഷിണിയാണ്. അതേപോലെ ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ രാഗമാണെങ്കിൽ അത് മേഘമൽഹാറാണ്. മാനവേദൻ എന്ന സാമൂതിരി രാജാവ് രൂപം നൽകിയ കലാരൂപമാണ് കൃഷ്ണനാട്ടം രൂപം നൽകിയത് ആരാണ്? മാനവേദൻ സാമൂതിരിയാണ്. കർണാടക സംഗീത പഠനത്തിലെ അടിസ്ഥാന രാഗം മായാമാളവ ഗൗളമാണ്. അല്ലെ, മായാമാളവ ഗൗളം. എന്താണ്? കർണാടക സംഗീത പഠനത്തിലെ അടിസ്ഥാന രാഗം മായാമാളവ ഗൗളമാണ്. കർണാടക സംഗീതത്തിലെ അടിസ്ഥാന രാഗങ്ങൾ എത്രയാണ്? 72 രാഗങ്ങളാണ്. അപ്പോൾ കർണാടക സംഗീത പഠനത്തിലെ അടിസ്ഥാന രാഗം ഏതാണ്? മായാമാളവ ഗൗളമാണ്. കർണാടക സംഗീതത്തിലെ അടിസ്ഥാന രാഗങ്ങൾ 72 എണ്ണമാണ്. കൃഷ്ണനാട്ടത്തിന്റെ വാചികാംശത്തിന് ഉപയോഗിക്കുന്ന കൃതി കൃഷ്ണഗീതിയാണ്. കൃഷ്ണനാട്ടത്തിന്റെ വാചികാംശത്തിന് ഉപയോഗിക്കുന്ന കൃതി കൃഷ്ണഗീതിയാണ്. ഹരിവരാസനം
ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ഏതെന്ന് ചോദിച്ചാൽ അത് മധ്യമാവധിയാണ്. ഹരിവരാസനം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ഏതാണ്? മധ്യമാവധിയാണ്. മയിൽപീലി തൂക്കം എന്നും അറിയപ്പെടുന്ന കലാരൂപമാണ് അർജുന നൃത്തം അല്ലെ. മയിൽപീലി തൂക്കം എന്നും അറിയപ്പെടുന്ന കലാരൂപം ഏതാണ്? അർജുന നൃത്തമാണ് അല്ലെ. അപ്പൊ ഒന്നുകൂടെ നോക്കാം. മഴ പെയ്യിച്ചതായി കരുതപ്പെടുന്ന കർണാടക സംഗീതത്തിലെ രാഗം ഏതാണെന്ന് ചോദിച്ചാൽ അമൃതവർഷിണിയും, ഹിന്ദുസ്ഥാനി സംഗീതത്തിലേത് മേഘമൽഹാറുമാണ്. മാനവേദൻ സാമൂതിരിയാണ് കൃഷ്ണനാട്ടത്തിന് രൂപം നൽകിയ രാജാവ് അല്ലെ. കർണാടക സംഗീത പഠനത്തിലെ അടിസ്ഥാന രാഗം മായാമാളവ ഗൗളമാണ്. കർണാടക സംഗീതത്തിന്റെ അടിസ്ഥാന രാഗങ്ങൾ 72 എണ്ണമാണ്. കൃഷ്ണനാട്ടത്തിന്റെ വാചികാംശത്തിന് ഉപയോഗിക്കുന്ന കൃതിയാണ് കൃഷ്ണഗീതി. ഹരിവരാസനം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം മധ്യമാവധി എന്നതാണ് അല്ലെ. മയിൽപീലി തൂക്കം എന്നും അറിയപ്പെടുന്ന കലാരൂപം ഏതാണ്? അത് അർജുന നൃത്തമാണ് അല്ലെ. ഇനി ഏതു മതവുമായി ബന്ധപ്പെട്ട കലാരൂപമാണ് ദഫ്മുട്ട് ഇസ്ലാം മതത്തിൻ്റെതാണ് അല്ലെ. ദഫ്മുട്ട് ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട കലാരൂപമാണ്. വാദ്യങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന സംഗീതോപകരണം വയലിനാണ്. വാദ്യങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന സംഗീതോപകരണം എന്താണ്? വയലിൻ ആണ്. കൃഷ്ണനാട്ടം എത്ര ദിവസം കൊണ്ടാണ് ആടിത്തീരേണ്ടത്? 8 ദിവസം കൊണ്ട് അല്ലെ. കൃഷ്ണനാട്ടം 8 ദിവസം കൊണ്ടാണ് ആടിത്തീരേണ്ടത്. ചെണ്ടമേളം നിയന്ത്രിക്കുന്ന മേളക്കാരൻ അറിയപ്പെടുന്നത് പ്രമാണി എന്നാണ് അല്ലെ. ചെണ്ടമേളം നിയന്ത്രിക്കുന്ന മേളക്കാരൻ അറിയപ്പെടുന്നത് പ്രമാണി എന്നാണ്. തന്ത്രിവാദ്യങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് വീണയാണ് അല്ലെ. തന്ത്രിവാദ്യങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് വീണയാണ്. അപ്പൊ ഒന്നുകൂടി നോക്കുക. ദഫ്മുട്ട് എന്നത് ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട കലാരൂപമാണ്. വാദ്യങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് വയലിനാണ്. കൃഷ്ണനാട്ടം 8 ദിവസം കൊണ്ടാണ് ആടിത്തീരേണ്ടത്. ചെണ്ടമേളം നിയന്ത്രിക്കുന്ന മേളക്കാരനാണ് പ്രമാണി. തന്ത്രിവാദ്യങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് വീണയാണ്. ബാക്കി പോയിന്റ് നമുക്ക് നോക്കാം. താരാട്ടുപാട്ടുകൾ ചിട്ടപ്പെടുത്താൻ ഉപയോഗിക്കുന്ന രാഗമാണ് നീലാംബരി അല്ലെ. നീലാംബരി. താരാട്ടുപാട്ടുകൾ ചിട്ടപ്പെടുത്താൻ ഉപയോഗിക്കുന്ന രാഗമാണ് നീലാംബരി. ചൂരൽ മുറിയൽ, കോതുവെട്ട് എന്നീ ചടങ്ങുകൾ ബന്ധപ്പെട്ടിരിക്കുന്ന അനുഷ്ഠാന കല കുത്തിയോട്ടം. ചൂരൽ മുറിയൽ, കോതുവെട്ട് എന്നീ ചടങ്ങുകൾ ബന്ധപ്പെട്ടിരിക്കുന്ന അനുഷ്ഠാന കല ഏതാണ്? കുത്തിയോട്ടമാണ്. ബാൻസുരി എന്നും അറിയപ്പെടുന്ന വാദ്യം ഓടക്കുഴലാണ് അല്ലെ. ഓടക്കുഴലിന്റെ മറ്റൊരു പേരെന്താണ്? ബാൻസുരി എന്നാണ്. ഭാരതീയ സങ്കല്പ പ്രകാരം ശിവന്റെ ശൂലത്തിൽ കാണപ്പെടുന്ന വാദ്യം ഉടുക്കാണ്. ഭാരതീയ സങ്കല്പ പ്രകാരം ശിവന്റെ ശൂലത്തിൽ കാണപ്പെടുന്ന വാദ്യം ഉടുക്കാണ്. മലയാള കലണ്ടറിലെ ഏത് മാസത്തിലാണ് തുയിലുണർത്ത് പാട്ട് പാടുന്നത്? കർക്കടക മാസത്തിലാണ് അല്ലെ. കർക്കടക മാസത്തിലാണ് തുയിലുണർത്ത് പാട്ട് പാടുന്നത്. താരാട്ടുപാട്ടുകൾ ചിട്ടപ്പെടുത്താൻ ഉപയോഗിക്കുന്ന രാഗം നീലാംബരി. ചൂരൽ മുറിയൽ, കോതുവെട്ട് എന്നീ ചടങ്ങുകൾ ബന്ധപ്പെട്ടിരിക്കുന്ന അനുഷ്ഠാന കല കുത്തിയോട്ടം. ബാൻസുരി എന്നും അറിയപ്പെടുന്നത് ഓടക്കുഴൽ. ഭാരതീയ സങ്കല്പ പ്രകാരം ശിവന്റെ ശൂലത്തിൽ കാണപ്പെടുന്ന വാദ്യം ഉടുക്ക്. മലയാള കലണ്ടറിലെ കർക്കടക മാസത്തിലാണ് തുയിലുണർത്ത് പാട്ട് പാടുന്നത്. ഇനി വാസ്തുവിദ്യയെക്കുറിച്ച് ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. ബ്രിക്ക് മാസ്റ്റർ ഓഫ് കേരള അല്ലെ. ബ്രിക്ക് മാസ്റ്റർ ഓഫ് കേരള, വാസ്തുവിദ്യയിലെ ഗാന്ധി എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെട്ടത് ലാറി ബേക്കർ ആണ് അല്ലെ. ബ്രിക്ക് മാസ്റ്റർ ഓഫ് കേരള, വാസ്തുവിദ്യയിലെ ഗാന്ധി എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെട്ടത് ലാറി ബേക്കർ ആണ്. മനുഷ്യാലയ ചന്ദ്രിക രചിച്ചത് തിരുമംഗലത്ത് നീലകണ്ഠൻ മൂസതാണ്. മനുഷ്യാലയ ചന്ദ്രിക രചിച്ചത് തിരുമംഗലത്ത് നീലകണ്ഠൻ മൂസതാണ്. മനുഷ്യാലയ ചന്ദ്രിക എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകമാണ്? വാസ്തുവിദ്യ. മനുഷ്യാലയ ചന്ദ്രിക വാസ്തുവിദ്യയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ആധുനിക പെരുന്തച്ഛൻ എന്നറിയപ്പെടുന്നത് ലാറി ബേക്കർ ആണ്. ആധുനിക പെരുന്തച്ഛൻ എന്നറിയപ്പെടുന്നത് ലാറി ബേക്കർ. ലാറി ബേക്കറുടെ യഥാർത്ഥ പേര് ലോറൻസ് ബേക്കർ എന്നാണ്. ലാറി ബേക്കറുടെ യഥാർത്ഥ പേര് ലോറൻസ് ബേക്കർ എന്നാണ്. കേരളത്തിന്റെ പരമ്പരാഗത വാസ്തുശൈലിയാണ് നാലുകെട്ട്. കേരളീയ ക്ഷേത്ര വാസ്തുശില്പകലയുടെ ആധികാരിക ഗ്രന്ഥമായി കണക്കാക്കപ്പെടുന്ന തന്ത്രസമുച്ചയം രചിച്ചത് ചേന്നാസ് നാരായണൻ നമ്പൂതിരി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് നോക്കാം. വാസ്തുവിദ്യയെ കുറിച്ചിട്ടാണ്. ബ്രിക്ക് മാസ്റ്റർ ഓഫ് കേരള, അതുപോലെ വാസ്തുവിദ്യയിലെ ഗാന്ധി എന്നറിയപ്പെടുന്നത് ലാറി ബേക്കർ ആണ്. മനുഷ്യാലയ ചന്ദ്രിക രചിച്ചത് തിരുമംഗലത്ത് നീലകണ്ഠൻ മൂസതാണ്. മനുഷ്യാലയ ചന്ദ്രിക വാസ്തുവിദ്യയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകമാണ്. ആധുനിക പെരുന്തച്ഛൻ എന്നറിയപ്പെടുന്നത് ലാറി ബേക്കർ ആണ്. ലാറി ബേക്കറുടെ യഥാർത്ഥ പേര് ലോറൻസ് ബേക്കർ എന്നാണ്. കേരളത്തിന്റെ പരമ്പരാഗത വാസ്തുശൈലി നാലുകെട്ടാണ്. കേരളീയ ക്ഷേത്ര വാസ്തുശില്പകലയുടെ ആധികാരിക ഗ്രന്ഥമായി കണക്കാക്കപ്പെടുന്ന തന്ത്രസമുച്ചയം രചിച്ചത് ചേന്നാസ് നാരായണൻ നമ്പൂതിരിയാണ്. അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. കോസ്റ്റ് ഫോർഡ് സെന്റർ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഫോർ റൂറൽ ഡെവലപ്മെന്റ് ആസ്ഥാനം ചോദിച്ചാൽ അത് തൃശ്ശൂരാണ്. അപ്പൊ എന്താണ് കോസ്റ്റ് ഫോർഡ് അല്ലെ. കോസ്റ്റ് ഫോർഡ് എന്ന് പറഞ്ഞാൽ എന്താ? സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി ഫോർ റൂറൽ ഡെവലപ്മെന്റ്. അതിന്റെ ആസ്ഥാനം തൃശ്ശൂരാണ്. നിർമ്മിത കേന്ദ്രയുടെ ആസ്ഥാനം തിരുവനന്തപുരമാണ് അല്ലെ.
നിർമ്മിത കേന്ദ്രയുടെ ആസ്ഥാനം തിരുവനന്തപുരമാണ്, PTP നഗറിൽ. ഹാബിറ്റാറ്റിന്റെ ആസ്ഥാനം തിരുവനന്തപുരം. ഹാബിറ്റാറ്റിന്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ്. ഹാബിറ്റാറ്റ് ടെക്നോളജി ഗ്രൂപ്പ് സ്ഥാപിച്ച പ്രശസ്ത വാസ്തുശില്പിയാണ് ശങ്കർ, അല്ലെ? ഹാബിറ്റാറ്റ് ടെക്നോളജി ഗ്രൂപ്പ് സ്ഥാപിച്ച പ്രശസ്ത വാസ്തുശില്പി ആരാണ്? ശങ്കർ ആണ്. ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി സൗഹാർദ്ദപരവുമായ വീടുകൾ നിർമ്മിക്കുന്നതിനായി IAS ഓഫീസറായ CV ആനന്ദബോസ് രൂപം നൽകിയ സ്ഥാപനമാണ് നിർമ്മിത കേന്ദ്ര. 1989 അല്ലെ? 1989. കേരള കോസ്റ്റ് ഫോർഡ് സ്ഥാപിക്കുന്നതിന് മുൻകൈയെടുത്ത കേരള മുഖ്യമന്ത്രിയാണ് C അച്യുതമേനോൻ. എന്താണ് കോസ്റ്റ് ഫോർഡ്? കോസ്റ്റ് ഫോർഡ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, അല്ലെ? കോസ്റ്റ് ഫോർഡ്. അപ്പോൾ കോസ്റ്റ് ഫോർഡ് സ്ഥാപിക്കുന്നതിന് മുൻകൈയെടുത്ത കേരള മുഖ്യമന്ത്രി ആരാണ്? അത് C അച്യുതമേനോനാണ്, അല്ലെ? അപ്പൊ നമുക്ക് ഒന്നുകൂടി നോക്കാം. കോസ്റ്റ് ഫോർഡ്, അല്ലെ? കോസ്റ്റ് ഫോർഡ് സെന്റർ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഫോർ റൂറൽ ഡെവലപ്മെന്റ്, ആസ്ഥാനം തൃശ്ശൂരാണ്. നിർമ്മിത കേന്ദ്രയുടെ ആസ്ഥാനം തിരുവനന്തപുരത്ത്, PTP നഗറാണ്. ഹാബിറ്റാറ്റിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. ഹാബിറ്റാറ്റ് ടെക്നോളജി ഗ്രൂപ്പ് സ്ഥാപിച്ച പ്രശസ്ത വാസ്തുശില്പി ശങ്കറാണ്, അല്ലെ? ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി സൗഹാർദ്ദപരവുമായ വീടുകൾ നിർമ്മിക്കുന്നതിനായി IAS ഓഫീസറായ CV ആനന്ദബോസ് രൂപം നൽകിയ സ്ഥാപനമാണ് നിർമ്മിത കേന്ദ്ര. 1989 കോസ്റ്റ് ഫോർഡ് സ്ഥാപിക്കുന്നതിന് മുൻകൈയെടുത്ത കേരള മുഖ്യമന്ത്രി C അച്യുതമേനോനാണ്. അപ്പൊ നമുക്ക് ഇന്ന് ഇത്രയും കൊണ്ട് നിർത്താം. ഇനി ഒരു 3 ക്ലാസ് കൊണ്ട് ഇതും കഴിയും. അപ്പൊ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്കിത് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുക. താങ്ക്